KSFE ഉടൻ തുടങ്ങുന്ന ഗാലക്സി മെഗാ ബിസിനസ് ചിട്ടി. തവണ സംഖ്യ 2,50,000 രൂപ. കാലാവധി 40 മാസം. ചിട്ടി സംഖ്യ 1 കോടി രൂപ. 30% ലേലത്തിൽ പോകുമ്പോൾ അടയ്ക്കേണ്ട സംഖ്യ 1,87,500 രൂപ. KSFE വടക്കാഞ്ചേരി ബ്രാഞ്ച്, VMC കോംപ്ലക്സ്, വടക്കാഞ്ചേരി. പിറന്നാൾ ദിനത്തിൽ ആദ്യമായി മകൾ കടൽ കണ്ടതിന്റെ സന്തോഷത്തിലാണ് ഒരു കുടുംബം. കല്ലമ്പാറ ചേനോത്തുറമ്പിൽ വീട്ടിൽ പരേതനായ ഷെയ്ഖ് കമാൽ, മഞ്ജു കമാൽ ദമ്പതികളുടെ മൂത്ത മകളായ മുന്നി എന്ന് വിളിക്കുന്ന തസ്നി കമാലാണ് തന്റെ 35-ാം വയസ്സിൽ ആദ്യമായി കടൽ കണ്ടത്. ഓട്ടിസം ബാധിച്ച് പുറത്തിറങ്ങാതെ വീട്ടിൽ കഴിയുകയായിരുന്ന മുന്നിക്ക് ഉമ്മയും സഹോദരങ്ങളുമാണ് വേറിട്ട സമ്മാനമൊരുക്കിയത്. അധികകാലം ജീവിച്ചിരിക്കില്ലെന്ന് ഡോക്ടർമാർ വിധിയെഴുതിയ മുന്നി 35-ാം വയസ്സിലേക്ക് കടന്നിരിക്കുകയാണ്. ജന്മന ഓട്ടിസം ബാധിച്ച മുന്നി എന്ന് വിളിക്കുന്ന തസ്നി കമാൽ മാതാപിതാക്കളുടെയും കുടുംബാംഗങ്ങളുടെയും അയൽക്കാരുടെയും എല്ലാമാണ്. പുറത്തേക്കിറങ്ങുവാൻ ഭയന്നിരുന്ന മുന്നി മാതാപിതാക്കളുടെ വലിയ പരിശ്രമ ഫലമായി ആളുകളുമായി ഇടപഴകി തുടങ്ങി. അങ്ങനെയാണ് കുടുംബാംഗങ്ങളെല്ലാം ഒരുമിച്ച് മുന്നിക്ക് പിറന്നാൾ ദിനത്തിൽ സർപ്രൈസ് നൽകിയത്. ഇവളെന്റെ മൂത്ത മകളാണ്. തസ്നി എന്നാണ് പേര്, പക്ഷെ വിളിക്കുന്നത് മുന്നി എന്നാണ്. എല്ലാവരും മുന്നി എന്നാണ് വിളിച്ച് കേട്ടിട്ടുണ്ടാവുള്ളൂ. പിന്നെ രണ്ടാമത്തെ മകള് തൻസീനാണ്. അവള് BSc നഴ്സിംഗ് കഴിഞ്ഞു. UK അവിടെ നിന്ന് വന്ന് ഫെബ്രുവരിയിൽ ഓസ്ട്രേലിയക്ക് പോയി. അവളെ വിവാഹം കഴിച്ചിരിക്കുന്നത് അബിത് ഗിരീഷൻ എന്നാണ് പേര്. മോൻ BCA ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കോഴ്സ് ബാംഗ്ലൂർ പഠിച്ചു. കോഴ്സ് പൂർത്തിയായി, ഇപ്പോൾ ഇവിടെ ഉണ്ട്. പിന്നെ ഹസ്ബൻഡ് മരിച്ചിട്ട് 10 വർഷമായി. ഈ മരുമകൻ എനിക്ക് വന്നിട്ടുണ്ട്. ആളാണ് ഈ തവണത്തെ പിറന്നാളിന് എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ കൂട്ടായിട്ട് ആലോചിച്ചപ്പോൾ മോനാണ് പറഞ്ഞു തന്നത്, അമ്മ നമുക്ക് ദീദിയും കൊണ്ട് പുറത്തെവിടെയെങ്കിലും പോയിട്ട് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാം. അപ്പോൾ എവിടെ പോകും, എന്താണ് അവൾക്ക് നമുക്കൊരു പ്രത്യേകമായിട്ട് കാണിച്ചു കൊടുക്കേണ്ടതെന്ന് ആലോചിച്ചപ്പോഴാണ് ഞങ്ങൾ ബീച്ച് തിരഞ്ഞെടുത്തത്. ഞങ്ങളുടെ എല്ലാവരുടെയും ഉറച്ച തീരുമാനമാണ് ബീച്ചിൽ പോയിട്ട് ബർത്ത്ഡേ ആഘോഷിക്കാം. ഇടയ്ക്കിടയ്ക്ക് വണ്ടിയിൽ കൊണ്ടുപോകും, ഓട്ടോയിൽ കൊണ്ടുപോകും. ഇപ്പോൾ കാറുള്ളതുകൊണ്ട് കാറിൽ കൊണ്ടുപോകുന്നു, ട്രെയിനിൽ യാത്ര ചെയ്യാറുണ്ട്. അങ്ങനെ കൊണ്ടുപോയി അവളുടെ ആ മൈൻഡ് ഞങ്ങളുടെ ഒപ്പം സഞ്ചരിക്കാൻ അവൾക്കും പറ്റും എന്നുള്ള രീതിയിലാക്കിയെടുത്തു. കടൽ കണ്ടപ്പോൾ അവളിങ്ങനെ അന്തം വിട്ട് നോക്കിയിട്ടാണ്, എന്താണ് ഇതെന്ന് അവൾക്ക് അറിയില്ലല്ലോ. പിന്നെ ഞങ്ങളിങ്ങനെ പേടിയുണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും ഇങ്ങനെ കൈപിടിച്ച് അവളെ കടലിലേക്ക് ഇറക്കി. കടപ്പുറത്ത് പോയി കേക്ക് മുറിച്ചു, ഫോട്ടോ എടുത്തു. പിന്നെ ജനങ്ങളുടെ കാഴ്ചപ്പാട്, നമ്മൾ ഇതുപോലെയുള്ള കുട്ടികളെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആളുകൾ നോക്കുന്നത് എന്തോ ഒരു വിചിത്ര ജീവിയെ കാണുന്ന ഫീലിംഗാണ്. അത് കാണുമ്പോൾ എന്നെപ്പോലെയുള്ള എല്ലാ പാരൻസിൻ്റെ ഉള്ളിൽ ഭയങ്കര വേദനയുണ്ട്. കുറേയൊക്കെ നമ്മൾ കണ്ടില്ല എന്ന് നടിക്കും. പക്ഷേ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എല്ലാം ഈ ഇതുപോലുള്ള കുട്ടികളെയും കൊണ്ട് ധാരാളം പാരൻസ് മോളുകളിലും ടൂറിസ്റ്റ് പ്ലേസുകളിലൊക്കെ വരുന്നുണ്ട്. പക്ഷെ അവരാരും ശ്രദ്ധിക്കാറില്ല. അവരവരുടെ ലോകമാണ്. ഞാൻ ആലോചിക്കുന്നത്, ഇവളെൻ്റെ മോളാണ്. നമ്മൾ കറുപ്പും വെളുപ്പായിട്ട് ജനിക്കുന്നത് പോലെ തന്നെ ഇവൾ ഈ ഒരു ജീവിതത്തിലേക്ക് വന്നത് ഇവളുടെ കുറ്റം കൊണ്ടല്ലല്ലോ. നമ്മൾ ആരും നിശ്ചയിച്ചതുപോലെയല്ല നമ്മളെ ജന്മം. അവൾ എങ്ങനെ ആവണം എന്ന് വിധിയാണ്. അതിനെ സ്വീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ഒരു പാരൻസ് ചെയ്യേണ്ടത്. ഞാൻ എന്നും ജോലിക്ക് പോകുമ്പോൾ ഇവിടെ നോക്കാൻ വരാറുള്ളത് എൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങളുടെ മകളും മരുമകളുമായ മോട്ടിയാണ്. ഗോൾസ് ഖാൻ്റെ വൈഫാണ്. അവളാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ വന്ന് നോക്കുന്നത്. പക്ഷേ അതിനേക്കാളൊക്കെ മുമ്പ് തന്നെ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അയൽവാസി സുമേച്ചിയാണ്. സുമേച്ചി ഏത് കാര്യത്തിനും ഇവിടെ നിന്ന് നീട്ടി വിളിച്ചാൽ ഓടി വന്ന് ഏതാ. ഒരു പക്ഷേ എന്നെ കഴിഞ്ഞിട്ട് അവളെ ഏറ്റവും കൂടുതൽ തിരിച്ചറിയുന്നത് ഇവരൊക്കെയാണ്. ഇവിടെ ഒരു സുധയുണ്ട്, ഗീതയുണ്ട്. ഇവരെല്ലാവരും അവളുടെ സ്പന്ദനം അറിയുന്നവരാണ്. പിന്നെ എൻ്റെ അമ്മ, ഇത്രയും പ്രായത്തിനിടയിലും എൻ്റെ അമ്മ എൻ്റെ മോളെ 6 വന്ന് വീഴുമ്പോഴും ഞാനില്ലാത്തപ്പോൾ പിടിച്ച് താങ്ങി. അവളുടെ സൈസ് കണ്ടാലും അറിയാമല്ലോ, അവൾക്ക് നല്ല വെയിറ്റാണ്, 85 കിലോ ഉണ്ട്. അപ്പോൾ എന്നിട്ട് പോലും എൻ്റെ അമ്മയാണ് അവളെ താങ്ങി എടുക്കുന്നതും ഇരുത്തുന്നതും എല്ലാം.
ഞാൻ സ്നേഹിക്കുന്നത് കണ്ടിട്ടാണ് എൻ്റെ മക്കളും അവളെ അതുപോലെ സ്നേഹിക്കുന്നത്. നമ്മൾ പേരൻസ് മക്കളോട് പെരുമാറുന്നത് കണ്ടിട്ടാവുമല്ലോ അവരെ കൂടപ്പിറപ്പുകൾ അവരെ കെയർ ചെയ്യുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അക്കാര്യത്തിൽ ഞാൻ ഭാഗ്യവതിയാണ്. അതുപോലെ തന്നെ എനിക്ക് വന്ന മരുമകനും അവൾ അത്രയും സ്നേഹത്തോടു കൂടിയാണ് കാണുന്നത്. ഈ ഭൂമിയിൽ ഇങ്ങനെ ഒരു കുഞ്ഞ് ജനിച്ചതിൽ ഇപ്പം എനിക്ക് ഒട്ടും സങ്കടമില്ല. കാരണം യഥാർത്ഥ സ്നേഹം അറിഞ്ഞത് ഞാൻ ഇവളിലൂടെയാണ്. ശൂന്യതയിൽ തുടങ്ങിയ പോരാട്ടത്തിന്റെ വിജയത്തിളക്കമാണ് നൂർജഹാൻ എന്ന ഈ ഉമ്മയുടെ കണ്ണുകളിൽ തെളിഞ്ഞു നിൽക്കുന്നത്. മുന്നിയെ പോലെ നിരവധി പേർ നമുക്ക് ചുറ്റും 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടിയിട്ടുണ്ടാകാം. പരിഹാസങ്ങളും കുറ്റപ്പെടുത്തലുകളും സഹതാപവുമല്ല ഇവർക്ക് ആവശ്യം, ചേർത്ത് പിടിക്കലാണ്. കല്ലമ്പാറയിൽ നിന്നും ക്യാമറമാൻ സുന്ദേശിനൊപ്പം KR രാഗേഷ്, VCV ന്യൂസ്.